ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻഷിത ആരിഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പൊട്ടാറ്റോ ചില്ലി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് വീഡിയോസ് മുമ്പ് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇതും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. സവാള, പിന്നെ ക്യാപ്സിക്കം, പൊട്ടാറ്റോ ക്യൂബ് പീസസായി കട്ട് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മളെ എണ്ണ, പിന്നെ ഈ കാണുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കോൺഫ്ലോർ, മൈദ, ഈ സംഭവങ്ങൾ. ഇനി നമുക്ക് ആദ്യം ഈ എല്ലാ പൊടികളും ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് നമ്മളെല്ലാതും കൂടിയിട്ട് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അതൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇതേപോലെ ഒരു പേസ്റ്റ് രൂപം തന്നെ നമുക്ക് കിട്ടണം. കണ്ടോ, ഇതേപോലെ. ഇതെല്ലാം കുറച്ചും കൂടി ലൂസാക്കാൻ വേണമെങ്കിൽ കണ്ടോ, ഇതുപോലൊക്കെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് കിട്ടണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തിക്കും കൂട്ടി തിന്നാം കേട്ടോ. ഈ ഒരു പേസ്റ്റ് പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്ര മതി കേട്ടോ. ഇത്ര ഇതാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ക്യൂബ് പീസസായി കട്ട് ചെയ്ത നമ്മുടെ പൊട്ടാറ്റോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അരിഞ്ഞ് വെച്ചിട്ടാണ്. ഇനി അത് നല്ലോണം മസാല ഒക്കെ നല്ല പിടിക്കണം. പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് കുറവായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ ആവശ്യാനുസരണം, ഇത് പൊരിക്കാനുള്ളതിൻ്റെ ആവശ്യാനുസരണം വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം, നമ്മുടെ പൊട്ടാറ്റോ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് ശരിയാവുന്നവരെ അടിപൊളിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് പിന്നെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അത് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമുക്ക് എന്ത് കോമ്പിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഇത് ഞങ്ങൾ പകുതിയോളം ഞങ്ങളതിൻ്റെ തിന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനി നമ്മൾ ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പൊട്ടാറ്റോ റെഡിയാക്കിയത്. അപ്പോൾ പൊട്ടാറ്റോ ചില്ലി നമുക്ക് റെഡിയാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകും ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അത് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്തത്, ഒരു വലിയ സവാള ആണ്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് വഴന്നു വരണം കേട്ടോ. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തത് കുറച്ച് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതും എല്ലാം കൂടെ നല്ലോണം ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലിലൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ടീസ്പൂണോളം സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നല്ല, നമുക്ക് ആവശ്യാനുസരണം, അതിൻ്റെ ചില്ലിയാണല്ലോ, അപ്പോൾ 1-2 ടീസ്പൂണോളം നമ്മളിവിടെ സോസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചില്ലി ആയ കാരണം കുറച്ചധികം സോസിൻ്റെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മളിതവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും എടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നല്ലോണം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നമ്മൾ ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോക്ക് നമ്മുടെ ചില്ലിക്ക് കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത്, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ നല്ലോണം എല്ലാ മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊട്ടാറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെറുതെ തിന്നാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചില്ലി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പൊട്ടാറ്റോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിയുന്നുണ്ട്, എടുത്ത് മേലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ അന്നുണ്ടാക്കിയ ഫ്രൈഡ് റൈസും ഇന്നുണ്ടാക്കിയ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ചില്ലിയും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലേക്കാക്കാം, ദോശയിലേക്കാക്കാം, എന്തിലേക്ക് വേണമെങ്കിലും ആക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സംഭവം.
പക്ക ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതെന്താ വെച്ചാൽ പാലല്ല, ഒരു കോൺഫ്ലോർ പൊടിയും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കലക്കി ഒഴിക്കുന്നത്. അതും കൂടിയിട്ട് നല്ലോണം ഇതിലേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയിൽ നമ്മൾ കുറച്ച് വെള്ളം അനുസരിച്ച് 1.5 കപ്പ് സ്പൂണ് വെള്ളത്തിലാണ് നമ്മളിത് കലക്കിയിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സംഭവം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എന്താ കളറ്, നല്ല സ്മെല്ലും സംഭവം ടേസ്റ്റിയാണ്. നമ്മളിത് ഇരുന്നിരിപ്പില്ല തീർത്തും ഞങ്ങൾ അടിപൊളി പക്ക ടേസ്റ്റി സംഭവമാണ്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നു അതിൻ്റെ കൂടെ കഴിച്ച് ചോറ് കൊടുത്ത് അത് ഒരു പിടിച്ചാലിട്ടല്ല, എന്താ ടേസ്റ്റ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ഞങ്ങൾക്ക് ഇതിൻ്റെ ട്രൈ ചെയ്യണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ബൈ.